തന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു. അധ്വാനിക്കാനുള്ള ആ ഒരു മനസ്സാണ് കലാഭവൻ മണിയെ ഇത്രയും ഉയരത്തിലെത്തിച്ചത് എന്ന് വേണ്ടിക്ക് നമുക്ക് പറയാം. 1999 റിലീസായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ, ആ ഒരു പടത്തിന്റെ ക്ലൈമാക്സ് സീനിലെ കലാഭവൻ മണിയുടെ അഭിനയത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വേറെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇതിലെ ഈ ഒരു സീനെല്ലാം കണ്ടിട്ട് കരയാത്തവര് അത് അപൂർവം മാത്രമായിരിക്കും. 2001 റിലീസായ കരുമാടിക്കുട്ടൻ ബ്രോ, അതിലെല്ലാം കലാഭവൻ മണിയുടെ അഭിനയത്തിനെ കുറിച്ച് ഞാൻ എന്താ പറയണ്ടേ? തിന്നാൻ പറ്റണില്ല, തപ്പോടുന്ന പോലെ ചങ്ക് കിടന്നിട്ടുണ്ടും പിടയ്ക്കുക. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ദ ഗാർഡ് എന്ന സിനിമ, മലയാളത്തിൽ ആദ്യമായിട്ട് വന്ന സിംഗിൾ ആക്ടർ മൂവിയാണ് ദ ഗാർഡ്. ഈ അടുത്ത് ഇതുപോലുള്ള കുറച്ച് സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം മറ്റേതൊന്നും അതിന്റെ 7 അയലത്തെത്തൂല. കലാഭവൻ മണിയുടെ മികച്ച സിനിമകളെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ അത് ഒരുപാട് പറയേണ്ടി വരും. കാരണം അദ്ദേഹം അഭിനയിച്ച ഓരോ സിനിമയും ക്യാരക്ടേഴ്സും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണെന്നേ പറയാൻ പറ്റുള്ളൂ. ദിലീപ് നായകനായ കുബേരൻ സിനിമയിലൊക്കെ കലാഭവൻ മണിയുടെ ആ ഒരു ക്യാരക്ടർ വന്നതിന് ശേഷം ആ ഒരു പടത്തിന്റെ ട്രാക്ക് തന്നെ ചേഞ്ച് ആവും. അതിലൊരു ചാക്കും തലയിൽ വെച്ചിട്ട് വരുന്ന ഒരു ഇൻട്രോ ഉണ്ട്. സതീർത്യോ സതീർത്യോ സതീർത്യോ